ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പവർ ബിഐയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇനി നമുക്ക് പവർ ബിഐയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇൻസ്റ്റാളേഷൻ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ബ്രൗസറിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളുടെ സിസ്റ്റത്തിന് വേണ്ട മിനിമം റിക്വയർമെന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സിസ്റ്റത്തിന് ഈ ഒരു റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം പറയുന്നത് പവർ ബിഐയുടെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫേസസ് ആണ്. പവർ ബിഐക്ക് 4 ഫേസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഡാറ്റ ഡിസ്കവറി ഓർ ഡാറ്റ ഷേപ്പിംഗ്, ദെൻ ഡാറ്റ മോഡലിംഗ്, ദെൻ ഡാറ്റ വിഷ്വലൈസേഷൻ, ഫൈനൽ സ്റ്റെപ്പാണ് ഡാറ്റ ഷെയറിംഗ്. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, 1 by 1 ആയിട്ട് പറയും. ഓക്കെ, ഇനി ഇതില് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും വരുന്നുണ്ട്. പവർ ബിഐയിൽ നമ്മൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉണ്ട്, 2 ഡിസ്റ്റിങ് എൻവയോൺമെന്റ്സ് ഉണ്ട്. അതിൽ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡിംഗ് ആണ് എന്ത്, ഡാറ്റ വ്യൂ, മോഡൽ വ്യൂ ആൻഡ് റിപ്പോർട്ട് വ്യൂ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, നമുക്ക് ഫ്രണ്ട് എൻഡും ഉണ്ട് ബാക്ക് എൻഡും ഉണ്ട്. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ ആ ഡാഷ്ബോർഡ് ആയിരിക്കും. ഓക്കെ, ഇനി ബാക്ക് എൻഡ് എന്ന് പറയുന്നത് എന്താ, ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡേറ്റ ഷേപ്പിംഗ്. ഇത് വരുന്നത് ബാക്ക് എൻഡിലാണ്. ഇതിന് നമ്മൾ പവർ ക്വറി എഡിറ്റർ എന്ന് പറയും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ റോ ഡാറ്റയെ എക്സ്ട്രാക്ട് ചെയ്യുന്നതും ട്രാൻസ്ഫോം ചെയ്യുന്നതും അത് കഴിഞ്ഞ് ഫ്രണ്ട് എൻഡിലോട്ട് ലോഡ് ചെയ്യണത്. അപ്പം ഇതിനൊരു ETL ടൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെക്കാൻ, നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ SQL നിന്ന് എങ്ങനെ ഡാറ്റ ജനറേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. SQL എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. SQL എന്ന് പറയുന്നത് എന്താ, ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മളുടെ ഡാറ്റയെ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡേറ്റാബേസ്? ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞിരുന്നു. ഡാറ്റ എന്ന് പറയുന്നത് എന്താ, ഒരു ന്യൂ ഓയിൽ അല്ലെങ്കിൽ ന്യൂ ഫ്യൂവൽ ആണ്. ഓക്കെ, പക്ഷെ ഈ ഡാറ്റ എന്ന് പറയുന്നത് എന്താ, അൺഓർഗനൈസ്ഡ് ഇൻഫോർമേഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നു. ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താ, ഡാറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് സ്ട്രക്ചേർഡ് ഡാറ്റ. ഓക്കെ, അപ്പൊ ഈ ഡാറ്റാബേസിന് കൺട്രോൾ ചെയ്യുന്നത് DBMS ആണ്. DBMS എന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. പിന്നെ ഡാറ്റാബേസ് നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഡാറ്റയെ സ്റ്റോർ ചെയ്തും ആക്സസ് ചെയ്തും മാനിപ്പുലേറ്റ് ചെയ്തും ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പൊ ഇതിനാണ് ഈ ഡാറ്റാബേസ് ഇവിടെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആ ഓരോ സ്റ്റെപ്സ് 1 by 1 ആയിട്ട് നോക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ഡേറ്റ കളക്ഷൻ. നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഡിഫറെന്റ് സോഴ്സിൽ നിന്നായിരിക്കും നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സൽ, SQL, CSV അങ്ങനെയുള്ള കുറെ ഡിഫറെന്റ് സോഴ്സസ് ഉണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ ആയിരിക്കാം നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരിക. ഇനി എങ്ങനെയാണ് ഒരു ഡാറ്റയെ നമ്മൾ പവർ ബിഐയിലോട്ട് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.